ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം എങ്ങനെയാണ് വിൻഡോസ് 10 ഫാസ്റ്റ് ആക്കുന്നത്. ഇതിപ്പോൾ എൻ്റെ പഴയൊരു സിസ്റ്റത്തിലാണ് ഇട്ടിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം സെറ്റിങ്സിൽ പോയിട്ട് നമുക്ക് ഇത് കണ്ടില്ലേ, ഓപ്പൺ ആവാൻ കുറച്ച് ലേറ്റ് ആവണത്. ഇത് നമുക്ക് കഴിഞ്ഞിട്ട് സിസ്റ്റമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പവർ ആൻഡ് സ്ലീപ്പിലേക്ക് പോവുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിൽ അഡീഷണൽ പവർ സെറ്റിങ്സ് കാണാണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നോർമലി ബാലൻസ്ഡ് ആണ് ഇരിക്കുന്നത്. ഇവിടെ നമുക്ക് ഹൈ പെർഫോമൻസ് ചെയ്യാം. അഥവാ ഈ ഓപ്ഷൻ കാണുന്നില്ലെങ്കിൽ ഹൈഡ് അഡീഷണൽ പ്ലാൻസിൽ പോയിട്ട് നമുക്ക് ആ ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത ട്രിക്ക് നോക്കാം. ആദ്യം അതിനു വേണ്ടി നമുക്ക് പിന്നെയും സെറ്റിങ്സിൽ പോവുക, പിന്നെ സിസ്റ്റത്തിലേക്ക് പോവുക, പിന്നെ നോട്ടിഫിക്കേഷൻ ആൻഡ് ആക്ഷൻസിലേക്ക് പോവുക. അതിൽ പോയിട്ട് നമ്മൾ ഈ നോട്ടിഫിക്കേഷൻസ് ആവശ്യമില്ലാത്ത നോട്ടിഫിക്കേഷൻസൊക്കെ ഡിസേബിൾ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഷോ നോട്ടിഫിക്കേഷൻ ഓൺ ദ ലോക്ക് സ്ക്രീൻ, അങ്ങനത്തെ നോട്ടിഫിക്കേഷനൊക്കെ നമുക്ക് ക്ലോസ് ചെയ്യുക. പിന്നെ അതേമാതിരി ഏതൊക്കെ ആപ്സിന് നോട്ടിഫിക്കേഷൻ വേണം അതൊക്കെ നമുക്ക് ഡിസേബിൾ ചെയ്യാം. ഇതിലൊക്കെ നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ റിസോഴ്സസ് യൂസ് ആവുന്നുണ്ട്, അതുകൊണ്ട് സ്ലോ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി മൂന്നാമത്തെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ദിസ് പേജിൽ പോയിട്ട് സി ഡ്രൈവ് ഉണ്ട്. സി ഡ്രൈവിൻ്റെ മേലെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പ്രോപ്പർട്ടീസിൽ പോവുക. അത് കഴിഞ്ഞിട്ട് ഡിസ്ക് ക്ലീനപ്പ് കൊടുത്തു കഴിഞ്ഞിട്ട് ഇതും സെർച്ച് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്ലീനപ്പ് സിസ്റ്റം ഫയൽസിൻ്റെ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അത് ലോഡ് ആവുന്നുണ്ട്. ഓക്കെ, അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ഡൗൺലോഡ്സ് ഫോൾഡർ മാത്രം അൺചെക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓക്കെ അടിക്കുക, ഇനി ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സി ഡ്രൈവിലത്തെ അത്യാവശ്യമില്ലാത്ത ഫയൽസൊക്കെ നമുക്ക് കളയാൻ പറ്റും. ഈ ഓപ്ഷൻ നമ്മൾ ആഴ്ചയിൽ ഒരു തവണ ചെയ്യുന്നത് നല്ലതാണ്. ബിക്കോസ് സിസ്റ്റത്തിൻ്റെ സി ഡ്രൈവിൻ്റെ മെമ്മറി മീൻസ് സ്റ്റോറേജ് ലോ ആയിക്കൊണ്ടിരിക്കും നമ്മളിത് ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പോൾ നമ്മളിത് ചെയ്യുന്നതാണ് നല്ലത്. ആഴ്ചയിൽ ഒരു തവണ ചെയ്യുന്നത് കുറച്ച് നല്ലതാണത്. ഓക്കെ അടിക്കുക, അത് ക്ലോസ് ചെയ്യുക. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പിന്നെയും ദിസ് പീസിൽ പോവുക, പിന്നെയും സി ഡ്രൈവിൻ്റെ മേലെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പ്രോപ്പർട്ടീസിൽ പോവുക, ടൂൾസിൽ പോവുക, പിന്നെ ഓപ്റ്റിമൈസ് ആൻഡ് ഡീഫ്രാഗ്മെൻറ്റ് ഡ്രൈവിൻ്റെ അവിടെ പോയിട്ട് ഓപ്റ്റിമൈസ് ക്ലിക്ക് ചെയ്യുക, സി ഡ്രൈവ് സെലക്ട് ചെയ്യുക, ഓപ്റ്റിമൈസ് കൊടുക്കുക. ഇത് എന്തിനാ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ സി ഡ്രൈവിൻ്റെ ഉള്ളിലത്തെ ഡീഫ്രാഗ്മേഷൻ ചെയ്യുകയാണ്. നമ്മുടെ എങ്ങനെയെങ്കിലും ഒരു ഇതായിട്ട് കിടക്കുക, അത് നമുക്കൊന്ന് സെറ്റപ്പ് ചെയ്ത് വരാനാണ് ഈ ഡീഫ്രാഗ്മെൻറ്റേഷൻ ചെയ്യണത്. അത് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ കുറേ ഫ്രാഗ്മെൻറ്റഡ് ഫയൽസ് ഉണ്ടാവും, അത് ഡീഫ്രാഗ്മെൻറ്റ് ചെയ്യുക, അതാണ് ഇതിൻ്റെ ഓപ്ഷൻ. ഇനി അടുത്ത് നമുക്ക് ചെയ്യുന്നത് ടാസ്ക് ബാറിൽ പോയിട്ട് ടാസ്ക് മാനേജറിൽ പോവുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ടപ്പിൽ പോയിട്ട് നമുക്ക് വിൻഡോസ് നമ്മൾ സിസ്റ്റം ഓൺ ആക്കുമ്പോൾ ഏതൊക്കെ ആപ്സാണ് ലോഡ് ആവേണ്ടത് അത് നമ്മൾ തീരുമാനിക്കുക. എത്ര ആപ്സ് നമ്മൾ ഡിസേബിൾ ചെയ്യണോ അത്ര പെട്ടെന്ന് നമ്മുടെ സിസ്റ്റം ലോഡ് ആവും. അപ്പോൾ നമുക്ക് ഈ വണ്ടർ ഷെയറൊക്കെ നമുക്ക് ഡിസേബിൾ ചെയ്യാം. അങ്ങനത്തെ കുറേ ആപ്സൊക്കെ ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം ബൂട്ടാവാൻ സമയമെടുക്കില്ല. ഇനി അടുത്ത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അവിടെ സെർച്ച് ബാറിൽ പോയിട്ട് റണ്ണ് ടൈപ്പ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് റണ്ണിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ %temp %temp കേട്ടോ, അത് ഓക്കെ അടിക്കുക. അപ്പോൾ നമ്മുടെ ടെമ്പററി ഫയൽസൊക്കെ ഉണ്ടാകും, അതൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഷിഫ്റ്റ് ഡിലീറ്റ് ക്ലിക്ക് ചെയ്യുക ഒരുമിച്ച് കീബോർഡിൽ, എന്നിട്ട് യെസ് കൊടുക്കുക. അപ്പോൾ ചില ഫയൽസ് ഡിലീറ്റ് ആവില്ല, ബിക്കോസ് ബാക്ക്ഗ്രൗണ്ടിൽ അത് ഓടുണ്ടാവും, അതുകൊണ്ട് നമുക്ക് അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളത് സ്കിപ്പ് അടിച്ച് കളയുക, അത്ര മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് റീഫ്രഷ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി അവിടെ സെർച്ചിൻ്റെ അവിടെ പോയിട്ട് റണ്ണ് ടൈപ്പ് ചെയ്യുക, റണ്ണിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക.
ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ MSCONFIG ടൈപ്പ് ചെയ്തിട്ട് ഓക്കെ അടിക്കുക. ഇനി സർവീസസ്, ബാക്ക്ഗ്രൗണ്ടിൽ ഏതൊക്കെ സർവീസസ് എപ്പോഴും ഓടണം അതാണ് ഇവിടെ ചെയ്യണത്. അപ്പോൾ നമ്മൾ ഹൈഡ് ഓൾ മൈക്രോസോഫ്റ്റ് സർവീസ് നമ്മളധികം ഹൈഡ് ചെയ്യാം. പിന്നെ നമ്മുടെ ഇൻസ്റ്റാൾ ചെയ്തതിൽ ഗൂഗിൾ ക്രോമിൻ്റെ സർവീസസൊക്കെ നമ്മൾ അൺചെക്ക് ചെയ്യുകയാണ്. അത് കുറേ സർവീസസ് ഉണ്ടാവും. ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടേ ഉള്ളൂ ഇതൊക്കെ വിൻഡോസ് 10. അപ്പോൾ നമ്മളത് അപ്ലൈ ചെയ്യാനായിട്ട് ഓക്കെ കൊടുക്കുക. റീസ്റ്റാർട്ട് ചെയ്യാൻ ചോദിക്കാതെ നമുക്ക് പിന്നെ റീസ്റ്റാർട്ട് ചെയ്യാം. നമുക്കൊന്ന് റീഫ്രഷ് ചെയ്യാം. അത് ചെയ്യണത് എന്താ വെച്ചാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ആ പ്രോഗ്രാംസ് ഒന്നും ഓടാതിരിക്കും. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ ഫാസ്റ്റ് ആവും. ഇനി നമുക്ക് ദിസ് ഫീസിൽ പോയിട്ട് പ്രോപ്പർട്ടീസിൽ പോവുക. പിന്നെ അഡ്വാൻസ് സിസ്റ്റം സെറ്റിങ്സിൽ പോവുക. കണ്ടില്ലേ, പഴയ ഒരു സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. ഡ്യുവൽ കോറിൻ്റെ പ്രൊസസ്സറുള്ള കമ്പ്യൂട്ടർ, അതേമാതിരി 2 GB റാമുള്ള, അതും DDR3യുടെ. അപ്പോൾ പെർഫോമൻസിൽ പോയിട്ട് സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയിട്ട് കസ്റ്റമിൽ പോയിട്ട് നമ്മുടെ കുറേ ആനിമേഷൻ ഓപ്ഷൻസ് ഉണ്ടാവില്ല, അതിലത്തെ എല്ലാം ഞാൻ അൺചെക്ക് ചെയ്തിരിക്കുകയാണ്. ഷാഡോസ് ഉണ്ട്, മൗസ് പോയിൻ്റർ മാത്രമേ അൺചെക്ക് ചെയ്യാതെ ഇരുന്നിട്ടുള്ളൂ. ഈ ആനിമേഷൻസൊക്കെ ഓടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കമ്പ്യൂട്ടർ ഭയങ്കരമായിട്ട് സ്ലോ ആവും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡിസേബിൾ ചെയ്യുക വേണ്ടത്. അപ്പോൾ ഓക്കെ അടിക്കുക. അപ്പോൾ ഇതാണ് കുറച്ച് ടിപ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ വിൻഡോസ് 10 സ്പീഡപ്പ് ആക്കാൻ വേണ്ടിയിട്ട്. അത് നമുക്ക് ഇഷ്ടപ്പെടാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.